ഇന്നിപ്പോൾ ഒരു മിനി വ്ളോഗാണ്. ഞാൻ രാവിലെ എണീറ്റ് താഴെ ചെന്നപ്പോഴത്തേക്ക് അമ്മ ദേ ഇടിയപ്പത്തിൻ്റെ പണിപ്പുരയിലായിരുന്നു കേട്ടോ. ഇടിയപ്പം ഓൾറെഡി അമ്മ കുഴച്ച് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. 2-3 തട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് ഉള്ളിക്കറിക്കുള്ളത് ചെയ്യാം ഓർത്ത് ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ വഴറ്റിയെടുത്തു. കടുക് വറുത്തിട്ട് അതിനകത്തേക്ക് ഒന്ന് വഴണ്ടി വന്നപ്പോഴത്തേക്കും അതിനകത്തേക്ക് ഒരു തക്കാളിയും കൂടെ ഞാൻ അരച്ച് ചേർത്തേ. അതൊന്ന് സെറ്റായി വന്നപ്പോഴത്തേക്കും പൊടികളെല്ലാം ചേർത്തു. കാശ്മീരി മുളക് പൊടി സാധാ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ചിക്കൻ മസാല. ഇത്ര ഉണ്ട് ഞാൻ ചേർത്തത്. പൊടിയുടെ അളവൊക്കെ എൻ്റെ ഒരു ഊഹം വെച്ചിട്ടാണ് ഞാൻ ചേർക്കണത്. ഇന്ന അളവൊന്നുമില്ല, ഞാൻ എൻ്റെ ഒരു ഊഹം വെച്ചുള്ള പൊടി അങ്ങ് ചേർക്കുന്നു. അങ്ങനെയാണേ. അപ്പം അതെല്ലാം ചേർത്ത് പൊടിയുടെ പച്ചമണം മാറുന്നിടം വരെ ഞാനൊന്ന് വഴറ്റിയെടുത്തു. പിന്നെ അതിനകത്തേക്ക് തിളപ്പിച്ച വെള്ളം ഒഴിച്ചിട്ട് കറി ഒന്ന് തിളപ്പിച്ചെടുത്തു. അപ്പോൾ കറി സെറ്റാക്കി മാറ്റി വെച്ചു. പിന്നെ മുട്ട ഓൾറെഡി പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നതിനൊപ്പം തന്നെ. അപ്പോൾ അതും ഏകദേശം ആയിട്ടുണ്ടായിരുന്നേ. അപ്പോഴേക്കും കണ്ണൻ എണീറ്റ് വന്നു. അപ്പോൾ അവനുള്ള പാല് തിളപ്പിക്കാമെന്നോർത്ത് അത് തിളപ്പിക്കാൻ വെച്ചു. അപ്പോഴേക്കും അമ്മ കുളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാലൻസ് ഉള്ള ഇടിയപ്പത്തിൻ്റെ മാവും കൂടെ ഞാനൊന്ന് പിഴിഞ്ഞ് ഇടിയപ്പം വെക്കാമല്ലോ എന്നോർത്ത് വെച്ചു. കാരണം അമ്പലത്തിലൊന്ന് പോകണം, തൊടുപുഴയ്ക്കൊക്കെ ഒന്ന് പോകണം. അപ്പോൾ പണിയെല്ലാം അത്യാവശ്യം ഒതുക്കിയിട്ട് പോകാമല്ലോ എന്നോർത്തു. അങ്ങനെ ചായയൊക്കെ വെച്ചു. ചായയൊക്കെ എല്ലാവർക്കും കൂട്ടി കൊടുത്തു. പിന്നെ ഇച്ചിരി പാത്രം കഴുകാനുണ്ടായിരുന്നു, അതും കൂടെ കഴുകി വെച്ച്. പിന്നെ ഇടിയപ്പത്തിൻ്റെ അവിടെ ബാലൻസ് കുറച്ച് തേങ്ങയും മാവും ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് തുടച്ചിട്ടു. അതെല്ലാം തുടച്ചിട്ടിട്ട് പിന്നെ ഞങ്ങൾ കുളിച്ച് അമ്പലത്തിലേക്ക് പോയി കേട്ടോ. ഇന്ന് ആയില്യ ആയതുകൊണ്ട് ഇവിടെ അടുത്തൊരു നാഗരാജ ക്ഷേത്രം ഉണ്ട്, അപ്പോൾ അവിടെ പോകാമെന്ന് ഓർത്തിട്ടാണ്. അപ്പം അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ റെഡിയായി അമ്പലത്തിലേക്ക് പോയി. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൽ. ആയില്യ ആയതുകൊണ്ടായിരിക്കും നല്ല തിരക്കായിരുന്നു. വണ്ടി ഒരിടത്തിട്ടിട്ട് ഞങ്ങൾ കുറച്ച് നടന്നൊക്കെയാണ് പോയത്. പിന്നെ ഇത് പോണ വഴിക്ക് നല്ല രസമാണ്, പുഴയുടെ സൈഡിൽ കൂടെയാണ് പോണേ. അപ്പം നല്ല രസമുണ്ടായിരുന്നു ആകാശമൊക്കെ കാണാനും. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി. നന്നായിട്ട് തൊഴുതു കേട്ടോ. തിരക്കുണ്ടായിരുന്നെങ്കിൽ അകത്ത് നന്നായിട്ട് തൊഴാൻ പറ്റി. അങ്ങനെ അവിടെ നിന്ന് തൊഴുത് വീട്ടിൽ വന്ന് കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പം ചേച്ചിയുടെ കൂടെ ടൗണിലൊന്ന് പോകണമായിരുന്നു. അങ്ങനെ കണ്ണനെ എൻ്റെ വീട്ടിലാക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നപ്പം അമ്പാടി കണ്ണനെ നോക്കി നിൽക്കുമായിരുന്നു. അങ്ങനെ കണ്ണനെ അമ്മയടുത്താക്കിയിട്ട് ഞങ്ങൾ സ്റ്റുഡിയോയിലേക്കാണ് ആദ്യം പോയത്. കൊച്ചുങ്ങൾക്ക് 2-3 ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് മാറിയെടുത്തു. പിന്നെ അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു, അതൊക്കെ വാങ്ങിച്ചു. തിരിച്ച് വന്ന വഴിക്ക് ഞങ്ങളൊരു ഷേക്ക് കുടിക്കാമെന്ന് ഓർത്തിട്ട് ഒരു ബേക്കറിയിൽ കയറി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.